യുദ്ധം ലോകത്തിന് അനിവാര്യത ഉള്ളതല്ല. മതവും ജാതിയും അനിവാര്യത ഉള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഗുരു ജാതിക്കും മതത്തിനും എതിരായി നിലകൊണ്ടത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന്, ലോകത്തിൻ്റെ ശാന്തിക്കും കൂടി വേണ്ടിയാണ്. അത് മനസ്സിലാക്കാതെ യുദ്ധക്കൊതിയന്മാരായിട്ട് ലോകം മാറുന്നു. ഇതുകൊണ്ട് ഒരു നേട്ടവും ആർക്കുമില്ല. നാം ആരെന്നറിയുന്നത്, നമ്മെ സ്വയം അറിയുന്നത്, നമ്മെ അറിഞ്ഞാൽ അത് ലോകത്തെ അറിയുന്നതിന് തുല്യമാണ്. നമ്മൾ ആരെ അറിയാൻ പോകുന്നുവോ ആ ആളെ നമ്മളിൽ ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മളായി മാറുക. നമ്മളും ആ വ്യക്തിയും എന്ന് രണ്ടില്ല, അറിവായി നിലനിൽക്കും. ആ അറിവിൽ നിന്ന് കൊണ്ടുവേണം നമ്മൾ ഈ ലോകത്തെ കാണാൻ. ലോകത്തെ സൂക്ഷ്മമായി പരിശോധിക്കാനല്ല ഞാൻ പറയുന്നത്. ലോകം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്വയം അറിയണം. സ്വയം അറിയുമ്പോൾ ലോകത്തെ മുഴുക്കൻ നമുക്കറിയാൻ പറ്റും. എല്ലാ മഹാത്മാക്കളും ആ വഴി തന്നെയാണ് കണ്ടെത്തിയത്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അത് ആധ്യാത്മികമായാലും ഭൗതികമായാലും. രണ്ടും രണ്ടായിട്ട് കാണരുത്. രണ്ടായിട്ടുണ്ടെങ്കിലും അത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. നേരെ നമുക്കറിയണം എന്താണ് ഈ ലോകം, നമ്മൾ ശരിക്കും ആരാണ്. ഇതൊന്നും അറിയാതെ ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത് മൊത്തവും അഹങ്കാരത്തിൻ്റെ വഴിയിലാണ്. അതുകൊണ്ടാണല്ലോ യുദ്ധം ഉണ്ടാകുന്നത്. ആ യുദ്ധം ആർക്കു വേണ്ടി? എല്ലാവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് പോകുന്നത്. ഇതിനെക്കൊണ്ട് എന്ത് നേട്ടം? ഓരോ രാജ്യവും ഞാൻ വലുതാന്ന് പറഞ്ഞത് കൊണ്ട് ആരുടെയെങ്കിലും ജീവൻ തിരിച്ചു വരുമോ? ഇല്ല. ഇന്ന് ഏത് യുദ്ധത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും മരിച്ചു പോകും, ആരും നിലനിൽക്കത്തില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സ്വയം വിഡ്ഢികളായിട്ട് മാറുക, പലരെയും നശിപ്പിക്കുകയാണ്. ഇതിനെക്കൊണ്ട് എന്ത് നേട്ടം? മനുഷ്യൻ പ്രബുദ്ധതയുള്ളവനാണെന്ന് പറയും, പക്ഷേ മൃഗങ്ങളെക്കാട്ടും കഷ്ടം. മൃഗം പോലും ഇര തേടുന്നത് അതിൻ്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് വിശക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ്റെ ദേഷ്യം തീർക്കാനും അഹങ്കാരത്തിന് കൊടിപിടിക്കാനും ഞാനാണ് ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലുതെന്ന് കാണിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഓരോ രാജ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പടക്കോപ്പുകളുടെയും വെടിമരുന്നുകളുടെയും ആവശ്യം എന്താണ്? ഒരാവശ്യവുമില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്ന ആചാര്യൻ ലോകത്തോട് എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സാധിക്കണം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ എടുക്കുകയാണെങ്കിൽ ജാതിക്കും മതത്തിനും എതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മം മുഴുവനും അദ്ദേഹം ചെലവഴിച്ചത്. പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഏറ്റവും കാര്യമായിട്ട് ജാതി ചിന്ത ഇല്ലാതാക്കണം, മതം, ഇതെല്ലാം മാറ്റണം. കാരണം എന്നറിയാം, മറ്റ് എല്ലാ ആൾക്കാരും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നിൽക്കുന്നത്. വാസ്തവത്തിൽ വിശ്വാസം അന്ധതയാണ്. ആ അന്ധതയെ കൊണ്ട് എന്ത് കാര്യം? ഒരാൾ ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പറയുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. വിശ്വസിച്ചിട്ടില്ലെങ്കിലും ആളുണ്ട്. ഇപ്പോൾ അച്ഛനുണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പറയുന്നതിൽ അതൊരർത്ഥവുമില്ല. അച്ഛനുണ്ടല്ലോ. അപ്പോൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് പകരം വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ തന്നെ മതപണ്ഡിതന്മാർ ജനങ്ങളെ നയിക്കും. കാരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഗുരു നേരത്തെ അതെല്ലാം കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. അത് ഊന്നി പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് ഗുരുവിനെ അംഗീകരിക്കുന്നവർ പോലും അത് മനസ്സിലാക്കാതെ അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ടത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ മാറ്റം സംഭവിക്കണം. അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോഴാണ് ഗുരു ലോകത്തിന് വെളിച്ചമായി മാറുന്നത്. ഗുരു ലോകത്തിന് വെളിച്ചമായി മാറുമ്പോൾ ശിഷ്യരും അതായി മാറും. ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും. നമ്മൾ സ്വയം ആരെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല.